ബാക്കിയൊക്കെ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കും എന്നുള്ളത് സർവേകളൊക്കെ കേരളത്തിൽ പ്രവചിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലും വമ്പിച്ച മാറ്റമാണ്. ഇവിടെ BJP പഠിച്ച പണി 18 നോക്കി, ഇനിയൊന്നും നോക്കാൻ ബാക്കിയില്ല. മാത്രമല്ല, പ്രധാനമന്ത്രി ഇടയ്ക്കിടക്കൂടെ വരുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മണിക്കൂറിൽ പോയിരുന്നെങ്കിൽ നാട് ആവിക്ക് പോകില്ല. പക്ഷേ യാതൊരു കാര്യമില്ലാത്ത കേരളത്തിൽ ഇവിടുന്ന് ഏതാണ്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോകാനുണ്ട് എന്നുള്ള നിലക്ക് അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് ഒന്നും എടുക്കാൻ കിട്ടൂല. ഇവിടെ ഉള്ളതൊക്കെ UDF ഇപ്പം തന്നെ പെട്ടിയിലാക്കി കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവിടെ നമുക്ക് UDFൻ്റെ കോൺഗ്രസിൻ്റെ ഈ സംവിധാനത്തിൻ്റെ തിരിച്ചുവരവിനും അതുപോലെ ആ തിരിച്ചു വന്നാൽ നമ്മൾ ഈ കാസർഗോഡ് ജില്ലയിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പോലെ ബാക്കി വെച്ച നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ, സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം, സ്കൂളുകൾ കൂടുതൽ വരണം, കോളേജുകൾ വരണം, ആശുപത്രി സൗകര്യം കൂട്ടണം. ഇതൊക്കെ 6-7 കൊല്ലമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ട് കഴിയില്ലാന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞാൽ. +2-നൊക്കെ കുട്ടികൾ ഇപ്പം ഇങ്ങനെ കുത്തി നിറച്ചാണ് ക്ലാസ്സിലിരിക്കുന്നത്. ഡിഗ്രിക്കൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ അസംബ്ലി അതിനെ സംബന്ധിച്ചൊക്കെ ബഹളം ഉണ്ടാക്കി ഇവിടെ ഇരിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കില്ല. ബഹളം ഉണ്ടാക്കുമ്പോൾ പറയുന്നത് പൈസ ഇല്ല, ആവശ്യമില്ല, റേഷൻ കടക്ക് പൈസ ഇല്ല, മാവേലി സ്റ്റോറിന് പൈസ ഇല്ല, പാവപ്പെട്ട കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ അതിന് പൈസ ഇല്ല, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകൾ മരുന്ന് വാങ്ങാൻ ആ കാര്യങ്ങൾക്ക് പൈസ ഇല്ല. പൈസ ഉള്ളതൊക്കെ വേറെ വൈക്ക് പോവുക. ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ വിശദമായി കിടക്കുന്നില്ല. നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നമ്മുടെ ഒരു തിരിച്ചുവരവിൻ്റെ മാറ്റം, ഇന്ന് ജനങ്ങളുടെ മുഴുവൻ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന പദപ്രയോഗം അതാണ്. ഇന്ത്യയിലും ഒരു മാറ്റം വേണം, കേരളത്തിലും ഒരു മാറ്റം വേണം. ആ മാറ്റം വരുമ്പോൾ നമുക്ക് ഐശ്വര്യം വരും, ഒരു സംശയവും വേണ്ട. ആ മാറ്റം വന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കപ്പെടും, ഐക്യം സംരക്ഷിക്കപ്പെടും. ഈ വർത്തമാനം തന്നെ പറയാൻ പാടില്ല. പൗരത്വം ഒരു വോട്ടർക്ക് കൊടുക്കൂല, നിങ്ങളുടെ നിയമം ഞങ്ങൾ മാറ്റും. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇതൊന്നും ഒരു രാജ്യത്ത് പറയാൻ തന്നെ പാടില്ല. ലോകം മുഴുവൻ അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഇപ്പോൾ UAE നമുക്കറിയാം, അവിടെ ക്ഷേത്രവും പള്ളിയും എല്ലാം സർക്കാർ എല്ലാവരുടെയും ഇതിനൊക്കെ ബഹുമാനിക്കുന്ന നടപടികളാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അവിടെ പോകുമ്പോൾ അവിടെ കാണുന്നത് അതാണ്. പക്ഷേ തിരിച്ച് ഇവിടെ വന്നാൽ ഇവിടെ എല്ലാ പള്ളിയുടെയും അടിമാറ്റി വെക്കുകയാണ്. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് അത് വെച്ച് വോട്ടാക്കാൻ നോക്കുക. വർഗീയത ഇങ്ങനെ കത്തിച്ച് നിർത്തുക. അതിന് എന്തെങ്കിലും വിഷയം കൊണ്ടുവരിക. വേഷമായാലും മതി, ആരെയും തട്ടട്ടാൽ അത് മതി. അതല്ല, ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് നോക്കുക, അയ്മ കൂടുക. ഈ രീതിയിലൊക്കെ ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഒരു രാജ്യത്തെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അവിടെ അപകടകരമായ കാര്യമാണ്. അത് നാം വിദ്യാഭ്യാസമുള്ള കേരളത്തിലൊന്നും ചിലവാകില്ല. പക്ഷേ ചിലവാകുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് കരുതിയാണ് അവരിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കുന്നതിൻ്റെ നേതൃത്വം ഇന്നിപ്പോൾ കേരളത്തിലാണ്. കേരളത്തിന് കൂടുതൽ MP-മാരും കിട്ടും, രാഹുൽ ഗാന്ധി ഇവിടുന്ന് വിജയിക്കുകയും ചെയ്യും, അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് തൂത്തുവാരി വിജയിക്കും. അങ്ങനെ ദക്ഷിണേന്ത്യ മുഴുവൻ ഇന്ന് ആ മതേതര കൂട്ടായ്മയുടെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയാണ്. സൗത്ത് ഇന്ത്യ മുഴുവൻ, ഉത്തരേന്ത്യയിലും വമ്പിച്ച മാറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. തീർച്ചയായും നമുക്ക് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ പറയുന്നില്ല. വെള്ളിയാഴ്ച ആളുകളൊക്കെ നല്ല ചൂടത്താണ് ഇരിക്കുന്നത്. ഈ കുടുംബയോഗത്തിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ നിങ്ങളോടല്ല, നിങ്ങൾ ജനങ്ങളിടയിൽ നടന്ന് കൊടുക്കേണ്ട സന്ദേശത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സഹോദരികളെ, ഈ മഹത്തായ ഈ പരിമത്തുള്ളാഹി ഓർക്കാം ഇതര മതസ്ഥർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. UDFിൻ്റെ പഞ്ചായത്തിൻ്റെ ചെയർമാനുമായ മുസ്ലിം ലീഗിൻ്റെ ഈ അറിവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ഈ വേദി അലങ്കരിക്കുന്ന ഹസനാൾ ഹാജിയാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം. പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ചെയർമാൻ ഈ ചടങ്ങിൽ കിടക്കുകയാണ്. നേതാക്കൾ സംസാരിക്കാനുണ്ട് എന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന്